ഒരു മാസത്തോളം നീണ്ടുനിന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിൽ ഇന്ന് കൊട്ടിക്കലാശം. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ രാവിലെ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലാണ് പ്രചരണം നടത്തിയത്. എന്തായാലും ആവേശം ഇങ്ങനെ അലതല്ലുകയാണ്. അവസാന ഘട്ടത്തിൽ മുന്നിലെത്താൻ മുന്നണികൾ വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ സച്ചിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ആവേശം ആണ് ഇപ്പോൾ. കൊട്ടിക്കലാശം അല്പനിമിഷത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. LDF സ്ഥാനാർത്ഥി സരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ആവേശമായിരുന്നു. ഇന്നലെ വൈകുന്നേരം നടന്ന LDYF നൈറ്റ് മാർച്ചിൽ നമ്മളത് കണ്ടു. ഒപ്പം മുഖ്യമന്ത്രി കൂടി അദ്ദേഹത്തിനായി മണ്ഡലത്തിലെത്തിയതോടുകൂടി വളരെ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? മറ്റ് വിശദാംശങ്ങൾ. നന്ദു, തീർച്ചയായും എല്ലാ മുന്നണി ക്യാമ്പുകളൊക്കെ ആവേശത്തിൽ തന്നെയാണ്. കാരണം കലാശക്കൊട്ടിൻ്റെ മിനിറ്റുകൾ മാത്രം അവസാനിക്കുന്ന ഒരു സമയത്തേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെ ഒക്കെ ക്യാമ്പുകളിൽ കലാശക്കൊട്ടിൻ്റെ ആവേശത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഈ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് രാവിലെ മുതൽ ചെറിയ റോഡ് ഷോകളൊക്കെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് LDFിൻ്റെ പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് അവസാന ഘട്ടത്തിൽ പാലക്കാട് നഗരസഭയിൽ എത്തിച്ചേരും. പാലക്കാട് ടൗണിനെ ചെങ്കടലാക്കിക്കൊണ്ട് പാലക്കാട്ടിലെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ മറ്റ് സരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് മുന്നണിയിൽപ്പെട്ട ആളുകളടക്കം സരിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിട്ടുണ്ട്. അവരൊക്കെ കലാശക്കൊട്ടിൽ ഭാഗമാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് LDFിൻ്റെ ക്യാമ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എത്തിയതോടുകൂടെ വലിയ ആവേശത്തിൽ LDF ക്യാമ്പ് മാറിയിരുന്നു. ഇപ്പോൾ LDFിലെ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നേതാക്കളും പ്രവർത്തകരൊക്കെ പാലക്കാട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി യുവാക്കളും യുവതികളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരും മിനിറ്റുകൾക്കകം തന്നെ പാലക്കാടിനെ ചെങ്കടലാക്കിക്കൊണ്ട് LDFിൻ്റെ കൊട്ടിക്കലാശം ആരംഭിക്കും. LDFിൻ്റെ കൊട്ടിക്കലാശം വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് സമാപിക്കുക. അതിൽ LDFിൻ്റെ നേതാക്കളൊക്കെ പങ്കെടുക്കും. മന്ത്രിമാരടക്കമുള്ള നേതാക്കളാണ് ഈ കൊട്ടിക്കലാശത്തിൽ ഡോക്ടർ പി സരിൻ്റെ പ്രചരണാർത്ഥമുള്ള കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ UDFിൻ്റെയും BJPയുടെയും കൊട്ടിക്കലാശങ്ങളും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് സമാപിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടെ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. LDFിൻ്റെ പ്രവർത്തകരെ ഒന്നാകെ ആവേശത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ LDFിൻ്റെ റോഡ് ഷോയിലടക്കം വലിയൊരു ആഘോഷത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ LDF ക്യാമ്പ് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്. വിജയം ഉറപ്പിച്ച രീതിയിലുള്ള പ്രചരണമാണ് LDFിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാസം നീണ്ട പ്രചരണം നടന്നത്. അതിനാൽ തന്നെ ആവേശത്തിലാണ് ഇപ്പോൾ LDF ക്യാമ്പ്.